എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. ഇത് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ മാമ്പഴക്കാലമാണല്ലോ. മാമ്പഴക്കാലം ഏകദേശമൊക്കെ നമുക്ക് അവസാനിക്കാറായി. അന്നേരം നാട്ടുമാമ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി രസമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 4 നാട്ടുമാമ്പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് വേറെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. 4 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ടോ അതനുസരിച്ച് എടുത്തോളൂ കേട്ടോ. നമുക്ക് അധികം ഇല്ലാത്തിരുന്നു, അതുകൊണ്ടൊരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോല് ഇതുപോലെ ഒന്ന് പൊളിച്ച് കളയാണ് വേണ്ടത്. പിന്നെ നാട്ടുമാമ്പഴം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാമ്പഴം പോലെയല്ല, പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ കേടോ പുഴു ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് മുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു വേറെ മാമ്പഴം, അപ്പോൾ അതിലൊന്നും യാതൊരു തരത്തിലുള്ള കേടുമില്ല. സാധാരണ മാമ്പഴത്തേനെക്കാട്ടി കേട് തീരെ ഇതിന് കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഈ മാമ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി, നമുക്ക് എത്രത്തോളം എമൗണ്ടാണോ അതിനനുസരിച്ച് കേട്ടോ, 1 നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വേണം. ആ വാളംപുളി നല്ല ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞിട്ട് ആ പുളി വെള്ളം കൂടി നമ്മൾ മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മളിതേ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഹോളായിട്ടുള്ള കുരുമുളകാണ് എടുത്തിട്ടുള്ളത്, മൊത്തത്തോടെ ഉള്ളത് കേട്ടോ. പിന്നെ അതിലേക്കൊരു 6-7 അല്ലി വെളുത്തുള്ളിയും 5 അല്ലി ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് 3 കുരുമുളകും ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മളുടെ വെളുത്തുള്ളിയും കൂടി ഇടികല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് അതിന് വേണ്ടി ഇടികല്ലെടുക്കാം. ഇടികല്ലിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കുരുമുളകൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ആയതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ അളവിൽ മതി. ഇത് തന്നെ നല്ല എരിവുണ്ടാവും കേട്ടോ. ഇതേ കുരുമുളക് ഇതാണ്, മിക്സിയിലിട്ട് പൊടിക്കരുത് കേട്ടോ. മിക്സിയിലിട്ട് പൊടിക്കുന്നതിനെക്കാട്ടി നല്ലതൊന്ന് ചതഞ്ഞ് കിട്ടുക, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. അപ്പം അതിന് ഇടികല്ലുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ, അല്ലെങ്കിൽ അമ്മിക്കല്ലിലായാലും മതി കേട്ടോ. ഇനി ഒരു നിവൃത്തിയില്ല, ഇങ്ങനത്തെ ഒന്നും സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ, മിക്സിയിൽ തന്നെ ചെയ്തോളൂ. ഇതേ ഞാൻ പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി നന്നായി ചതഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ ചെറിയുള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒത്തിരി അങ്ങ് ചതയണ്ട, ഒരു ആവശ്യത്തിന് നമുക്കറിയാമല്ലോ രസത്തിനൊക്കെ ചതയ്ക്കുമല്ലോ, അതുപോലെ തന്നെ ചതച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മളുടെ കുരുമുളകും കൂടിയാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തത് കേട്ടോ. ഇനി ഇതും കൂടി നമ്മൾ ആ മാങ്ങയുണ്ടല്ലോ, മാങ്ങ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ, അതേ ആ ചട്ടിയിലേക്ക് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു, മാങ്ങ ഇട്ടു. ഇനി അതിലേക്ക് ഈ ചതച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ നമ്മളുടെ കുരുമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ, അസാധ്യമായ മണം, ഒന്നും പറയാനില്ല, ഗംഭീര മണമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 1 തണ്ട് അളവിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ മതി, അതൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ച് തീരുമാനിച്ചോളൂ കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നല്ലോണം ആ പുളീൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ മാറി നമ്മുടെ ഈ ഒരു രസം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ചിട്ട് ആ ഒരു മാമ്പഴത്തിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സും ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു പുളിയും ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുരുമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ കേട്ടോ. അതിലേക്ക് ഈ ഒരു ഇത്ര പോകുന്നൊരു പീസ് അളവിൽ നമ്മൾ കായം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് ഇതുപോലെ കട്ടക്കായം ഇല്ലെങ്കിൽ ഒട്ടും പേടിക്കണ്ട, 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൊണ്ടോ കായം ഒന്നും ഒഴിവാക്കരുത്. കായം നമ്മൾ രസം വെക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്, അതിലേക്ക് നമ്മൾ ഈ ഒരു നാട്ടുമാമ്പഴം ഇടുന്നു എന്നുള്ളൂ കേട്ടോ. അടിപൊളി മണം എന്ന് വെച്ചാൽ ഗംഭീരം. നമ്മൾ സാധാരണയായിട്ട് രസം വെക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ അതിൽ നിന്ന് കുറച്ചും കൂടി ഈ ഒരു മാങ്ങേൻ്റെ രുചിയും കൂടി വരുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നാട്ടുമാമ്പഴം കിട്ടുന്നവരാണെങ്കിൽ. ഇത് കണ്ടോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ രസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നല്ല അത്യാവശ്യം ഒരു ചാറോട് കൂടിയ ഒരിതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, എത്രത്തോളം എമൗണ്ട് നമുക്ക് വെള്ളം വേണം അത്രയും നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാനിപ്പോൾ 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, മാങ്ങയിലേക്ക് ഈ ഒരു ഉപ്പും പുളിയും എരിവും എല്ലാം പിടിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂണിൽ കുറവ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഈ ഒരു പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തെങ്കിൽ അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നല്ല ഗംഭീരമായിട്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് തിളക്കട്ടെ. അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് തിളച്ച് അടുപ്പിലിരുന്ന് കുറച്ചൊന്ന് പറ്റി കിട്ടണം, ഇത്തിരി ഒന്ന് വറ്റിച്ചെടുക്കണം. അത്രയും നേരം വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു മാങ്ങേൻ്റെ ടേസ്റ്റൊക്കെ ഈ ഒരു രസത്തിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ പലതരത്തിലുള്ള രസം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക, തക്കാളി രസം കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നോർമലായിട്ട് പൊടികളിട്ടിട്ടുള്ള രസം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് കേട്ടോ. വേണ്ട, അതിലേക്ക് നമ്മൾ വളരെ കുറച്ച് മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ സദ്യേൻ്റെ കൂടെ നമ്മൾ വയ്ക്കുന്ന രസം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ഒരു മാങ്ങക്കാലം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടിപൊളിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും മാമ്പഴം കിട്ടുമ്പോൾ നിങ്ങളിത് വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. അത്രയും അടിപൊളി റെസിപ്പിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഒന്ന് നമുക്കൊരു ലൈക്ക് തരാനും, അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കൂടെ കൂട്ടാനും കൂടി മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ കുറുകി, കുറച്ചും കൂടി കുറുകി. അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ നമുക്ക് എത്രത്തോളം വേണോ ആ ഒരു അനുസരിച്ച് നമുക്കിതിൻ്റെ ചാറിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണം എന്നല്ല, എന്നിട്ട് അതിനെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് വേണ്ട കറീനെക്കാട്ടി ഒരല്പം കൂടി ചാറ് കൂട്ടിയ അളവിൽ. അപ്പോൾ എപ്പോഴായിട്ടും നമ്മൾ വെള്ളം ചേർക്കുമ്പോഴും സൂക്ഷിക്കേണ്ടത് എപ്പോഴും തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുഴുവനായിട്ടുള്ള കറീൻ്റെ ടേസ്റ്റിനെ തന്നെ അത് ബാധിക്കും. അപ്പോൾ ഇവിടെ ഇരുന്ന് കറി നന്നായിട്ടൊന്ന് കുറുകി. അപ്പോൾ ഈ ഒരു മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ നമ്മളുടെ കറിവേപ്പില, അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ എല്ലാത്തിൻ്റെയും ഒരു രുചി എന്ന് പറയുന്ന ഈ ഒരു മാമ്പഴം കൂടി ചേരുമ്പോൾ ഒന്നും പറയാനില്ല. മാമ്പഴത്തിൽ കിടന്ന് അത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, അതിങ്ങനെ തിളച്ച് ഇങ്ങനെ വരുമ്പോൾ ഒരു മണം, ഒന്നും പറയണ്ട, അടിപൊളിയാണ്. വേറെ ഒരു കറിയും വേണ്ട ചോറുണ്ണാനായിട്ട് കേട്ടോ. അത്രയ്ക്കും പൊളിയാണ്. പുറത്തത് കണ്ടില്ലേ, പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അത്യാവശ്യം തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്, എന്നാലും മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയിൽ നമുക്കെന്താ നല്ല ചൂട് ചോറിൻ്റെ കൂടെ മാമ്പഴത്തിൻ്റെ രസമൊക്കെ കൂട്ടിയിട്ടൊന്ന് ഊണ് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല, അതിഗംഭീരമാണ്. വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കുകയേ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നതിന് ശേഷം നമുക്ക് നമ്മളെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ. പിന്നെ ഇതേ നമ്മളെ രസം അവിടെ ഇരുന്ന് അത്യാവശ്യം കുറുകി നമുക്ക് ആവശ്യത്തിനുള്ള ചാറോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് താളിപ്പ് വേണം. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക്, അതുപോലെ തന്നെ ചെറിയുള്ളിയും, പിന്നെ ആ കൂടെ ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ എല്ലാം ഫ്ലേവർ ആ എണ്ണയിലേക്ക് വരുന്നവരെ, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. എന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലും കുറവ് മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഈ ഒരു മൂത്ത് വരുന്ന ചെറിയുള്ളിയിലെ ഈ ഒരു കൂട്ടുണ്ടല്ലോ, വറവിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നമ്മളെ രസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് 2-3 തണ്ട് അല്ലി പിന്നെ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ റെസിപ്പി ഇവിടെ പൂർണ്ണമായിട്ടുണ്ട് കേട്ടോ. അടിപൊളി രസമാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ചോറിനാണ്. അത്രയും ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ അധികം കാണാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോലെ കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചു തരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.